ഹായ് ഫ്രണ്ട്സ്, ഈ നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലുള്ള 10ഉം 12ഉം എപ്പിസോഡുകളുള്ള സീരീസുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ രാത്രി കൊണ്ടിരുന്ന് കണ്ടു തീർക്കാൻ നമ്മളെ കൊണ്ടൊക്കെ ഈസി ആയിട്ട് പറ്റും. പക്ഷേ ഇതുപോലെ പോട്ടെ, ഒരു 3-4 മണിക്കൂർ പോലും ഇങ്ങനെ ഇരുന്ന് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ നമ്മളിൽ ഭൂരിഭാഗം പേർക്കും ഇന്ന് കഴിയാറില്ല. ചിലപ്പോൾ പണ്ടൊക്കെ ഇങ്ങനെ ഇരുന്ന് പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും ഇന്ന് അതിന് കഴിയുന്നുണ്ടാവില്ല. ഇതിൻ്റെ റീസൺ എന്താണെന്ന് അറിയുമോ? നമ്മുടെ തലച്ചോറിന് ഒരു പ്രശ്നമുണ്ട്. ഈ തലച്ചോറ് വളരെ കുറച്ച് ഡേറ്റ പ്രോസസ്സ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, എന്ന് വെച്ചാൽ പഠനവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് പണി മാത്രം എടുക്കേണ്ടുന്ന പ്രവൃത്തികളിലൊന്നാണ് ഈ പറയുന്ന എൻ്റർടൈൻമെൻറ്റ് പരിപാടികളെല്ലാം തന്നെ. സോ തലച്ചോറ് ഒരുപാട് ഹാപ്പി ഹോർമോൺസിനെ ഉണ്ടാക്കി തള്ളിക്കയറ്റിക്കൊണ്ടിരിക്കും നമ്മൾ ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുമ്പോൾ. ഈ ജങ്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത്, അതുപോലെ ഇതുപോലെ എൻ്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്ന സമയത്ത്, ഇത്തരം സിറ്റുവേഷനിലൊക്കെ നിങ്ങൾക്ക് ഈ മണിക്കൂറുകൾ കുത്തിയിരിക്കാൻ പറ്റുന്നത് അത്രയധികം ഹാപ്പി ഹോർമോൺസിനെ തലച്ചോറ് ഉണ്ടാക്കി തരുന്നത് കൊണ്ടാണ്. സോ നീ ഇരുന്ന് കണ്ടോ, എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, നിന്നെ റിലാക്സ് ആക്കി വെക്കാനായിട്ട് ഞാൻ എത്ര വേണമെന്നുണ്ടെങ്കിൽ ഹാപ്പി ഹോർമോൺസ് ഉണ്ടാക്കി തരാം. ഇതാണ് ബ്രെയിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇതേ സ്ഥാനത്ത് നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്നറിയോ? പഠിക്കാനിരിക്കുന്ന സമയത്ത് ബ്രെയിനിന് നന്നായിട്ട് പണിയെടുക്കേണ്ടി വരും. ബ്രെയിൻ മെമ്മറൈസ് ചെയ്യണം ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ ബ്രെയിനിന് ഒരുപാട് മാത്തമാറ്റിക്കലിക്കായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പണിയെടുക്കണം. ഇതിനായിട്ട് നന്നായിട്ട് എനർജി കൺസ്യൂം ചെയ്യേണ്ടത് ഒക്കെ പല കാര്യങ്ങളുണ്ട്. സോ ബ്രെയിൻ തുടക്കത്തിൽ ഇതിന് നന്നായിട്ട് ഹെസിറ്റേറ്റ് ചെയ്യും. ഈ പറയുന്ന ഹാപ്പി ഹോർമോൺസിനെ ബ്രെയിൻ ഉണ്ടാക്കുകയില്ല. സോ നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കുന്ന ഒരു പുതിയ ഹാബിറ്റ് ഉണ്ടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഒറ്റ ഇരിപ്പിന് ഞാൻ 6 മണിക്കൂർ ഇരുന്ന് പഠിച്ച് കളയുമെന്നൊന്നും തീരുമാനിച്ച് കളയരുത്. ആദ്യം നിങ്ങൾ ഒരു മണിക്കൂർ കൺസിസ്റ്റൻ്റായിട്ടിരുന്ന് പഠിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ അത് നിങ്ങൾ പതുക്കെ അത് 1.5 മണിക്കൂറാക്കുക, 2 മണിക്കൂറാക്കുക. ഇത് ഒരാഴ്ചയെങ്കിലും മിനിമം സസ്റ്റെയിൻ ചെയ്ത്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു 21 ദിവസമെങ്കിലും നിങ്ങൾ ഒരു പർട്ടിക്കുലർ ടൈം സ്ലോട്ടിൽ ഇരുന്ന് പഠിച്ച് ബ്രെയിൻ അതിനുള്ളൊരു കപ്പാസിറ്റി. അത് കഴിയുമ്പോൾ എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഒരു 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഈ ഹാബിറ്റിൽ നിങ്ങൾ 2 വിൽ പവർ ഉപയോഗിച്ചിരുന്ന് കഴിയുമ്പോൾ ബ്രെയിൻ പതുക്കെ പണി ഇനി നടക്കില്ല എന്ന് മനസ്സിലാക്കി ഹാപ്പി ഹോർമോൺസിനെ ഉണ്ടാക്കി തുടങ്ങും. പിന്നെ റിലാക്സ് ആയിട്ട് നിങ്ങൾക്ക് 1 മണിക്കൂർ ഇരിക്കാം, 2 മണിക്കൂർ ഇരിക്കാം, 3 മണിക്കൂർ ഇരിക്കാം. പക്ഷേ ആദ്യം ഇതിന് നല്ല വിൽ പവർ വേണ്ടി വരും. ഇവിടെ നിങ്ങൾക്ക് പോമോഡോറോ ടെക്നിക്കൊക്കെ യൂസ് ചെയ്യാം. ഒരു 20 മിനിറ്റ് കണ്ടിന്യൂസ് പഠിച്ചിട്ട് പിന്നെ ബ്രെയിനിനെ ഒന്ന് റിലാക്സ് ആക്കുന്ന രീതിയിൽ നിങ്ങൾക്കൊരു 5 മിനിറ്റോ 10 മിനിറ്റോ 5 മിനിറ്റൊക്കെ ബ്രേക്ക് എടുക്കാം. അന്നേരം ഒരു പാട്ട് കേൾക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ചെറുതായിട്ട് ചെറിയ വർക്കൗട്ടോ ഡാൻസോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കുക. അപ്പം അങ്ങനെ പിടിച്ച് നിൽക്കുക. നല്ലതായിട്ട് ആദ്യം നല്ല വിൽ പവർ